എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കുരുമുളകാണ് മെയിനായിട്ട് ചേർക്കുന്നത്, അതുകൊണ്ടാണ് കുരുമുളക് ഇട്ടത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ചാറല്ല 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളകാണ്. കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് അങ്ങ് മാറ്റി കൊടുത്ത് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കേ ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാണ്ട്. അപ്പം നമ്മളിതിലൊന്നും വഴറ്റിയൊന്നും അല്ല കേട്ടോ ചേർക്കുന്നത്, ഇതിൽ കൂടെ തന്നെയാണ് എല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വലിയ പാടൊന്നുമില്ല. നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് വേണം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയാണ്, ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയായിരുന്നു കേട്ടോ, അത് നല്ല നീളത്തിനരിഞ്ഞ് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുളിവെള്ളം വേണം. അതിനായിട്ട് നേരത്തെ തന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തിക്കുട്ടന്മാരെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കറി തിളയ്ക്കുന്ന സമയം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലേ അത് കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുതേ. അപ്പം നമ്മുടെ കറിയെല്ലാം ഇതുപോലെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് മത്തി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പിന്നീട് അത് തീ കുറച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മത്തി കുരുമുളക് ഇട്ടത് ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി മക്കളെ ചോറ് കഴിക്കാനായിട്ട്, വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റി വരും. അപ്പം നമ്മൾ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കണം, കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ കേട്ടോ. ഇനിതാ ആ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തു. അപ്പോൾ ആ ഒരു ചൂട് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് വറ്റി കുറുവിയൊക്കെ വരും കേട്ടോ. പിന്നീട് ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റി വരും. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കേട്ടോ. ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ.